പിടിച്ചാൽ പുളിങ്കൊമ്പിൽ പിടിക്കണം. ഇത് പലരും സാധാരണ പറയാറുള്ള ഒരു കാര്യമാണ്. നീ പിടിക്കുമ്പോൾ പുളിങ്കൊമ്പിൽ പിടിക്കണം. യഥാർത്ഥത്തിൽ ദൈവമക്കളായി നമുക്ക് ഈ പുളിങ്കൊമ്പ് എന്ന് പറയുന്നത് ദൈവമാണ്. നമുക്കറിയാലോ, മറ്റു വടികൾ പോലെയല്ല പുളിങ്കൊമ്പ്. പണ്ടൊക്കെ അവര് പുളിങ്കൊമ്പിന്റെ കമ്പെടുത്ത് വെക്കുമായിരുന്നു പിള്ളേരെ അടിക്കാൻ വേണ്ടി. അടിച്ചാലും കൊമ്പൊടിയരുത്, ശരീരം മുറിഞ്ഞാലും കൊമ്പൊടിയരുത്. അതാണ് പുളിങ്കൊമ്പിന്റെ ഒരു പ്രത്യേകത. ഒരു സംഭവം പറഞ്ഞ് ഞാൻ കേട്ടതാണ്. ഒരു അപ്പനും അമ്മയും വളരെ വേദനയോടെ പങ്കുവെച്ച ഒരു കാര്യം. അവരുടെ മകള്, ഏക മകളാണ്. അവളെക്കുറിച്ച് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നു. അവളുടെ വിവാഹത്തിന് വേണ്ട കാര്യങ്ങൾ അവരെല്ലാം നേരത്തെ തന്നെ സ്വരുക്കൂട്ടി വെച്ചു. സ്വർണം, പണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പക്ഷേ അവള് പോയി ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരുത്തനെ പ്രണയിച്ച് അവള് വീട് വിട്ടുപോയിട്ട് അവരുടെ രജിസ്റ്റർ വിവാഹം നടന്നു. ഇതിനുശേഷം അവളെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കിയിട്ടും അവൾ സമ്മതിച്ചില്ല. അവസാനം ആ പ്രയത്നം അവര് ഉപേക്ഷിച്ചു. അവള് പോയ വഴിക്ക് പോട്ടെ എന്ന് വെച്ചു. അവര് തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, എന്തെങ്കിലും ഒരു ഗതിയുള്ള വീട്ടിലാണ് അവൾ ചെന്ന് കയറിയത് എങ്കിൽ ഞങ്ങൾ ഇത്രയും വേദനിക്കില്ലായിരുന്നു. പക്ഷേ ഒരു ഗതിയും പരഗതിയില്ലാത്ത ഒരുവന്റെ പുറകെയാണ് അവൾ പോയിരിക്കുന്നത് എന്ന്. അതിന് ഞങ്ങൾ സ്വരുക്കൂട്ടി വെച്ചതൊക്കെ അവൾക്ക് അനുഭവിക്കാനുള്ള യോഗമില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്. ഏതായാലും ഇവർക്കൊരാശ്വാസം, സമാധാനം അതൊക്കെ കിട്ടാൻ വേണ്ടിയാണ് അവര് ഒരു ധ്യാനം കൂടിയേക്കാം എന്ന് പറഞ്ഞ് വന്നത്. ഇതിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. അതില് ഒന്നാമത്തെ കാര്യം ഇതാണ്: ക്രിസ്ത്യാനികൾ വിലമതിക്കേണ്ടത് ഈ ലോക ജീവിതത്തെക്കാൾ പരലോക ജീവിതത്തെയാണ്. ഇത് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന. നമ്മൾ ദൈവമക്കളായതുകൊണ്ട്, ക്രിസ്ത്യാനികളായതുകൊണ്ട് ലോകത്തിൻ്റെതായ രീതിയിൽ ചിന്തിക്കുന്നവരിൽ നിന്നും വ്യത്യസ്തരാകണം. അതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കാവുന്ന ഒരു മനസ്സ്, മനോഭാവം, ആത്മീയത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കണം. നമുക്ക് ഈ ലോക ജീവിതത്തെക്കാൾ പരലോക ജീവിതം കൂടുതൽ പ്രാധാന്യമുള്ളതായിട്ട് കാണാൻ പറ്റണം. ഏതാനും വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മത്തായി 16:26 ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും പറയേണ്ടതാണ്. ഇയാൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം: ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് നേടി? പറയുന്നുണ്ട്, ആത്മരക്ഷ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കളഞ്ഞിട്ടല്ല മറ്റു സുഖത്തിലേക്കോ മറ്റു നേട്ടങ്ങളിലേക്കോ നമ്മൾ പോകേണ്ടത് എന്നത് ഈ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രഭാഷകൻ 18:10 വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ, എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണാനന്തര ജീവിതം, അതിനോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോക ജീവിതം എത്ര നിസാരം. അതിനെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് കടലിലെ ഒരു തുള്ളി വെള്ളം, അല്ലെങ്കിൽ കടൽ തീരത്ത് കിടക്കുന്ന മണലിൽ ഒരു തരി. അങ്ങനെയാണ് നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോക ജീവിതത്തെ നാം കാണേണ്ടത് എന്ന് വചനം നമ്മെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുക. 1 തീമോത്തി 4 7 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോറിറ്റി ഉണ്ടാകണം. ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടതിനെ ഒന്നാം സ്ഥാനത്ത് നിർത്തണം. ഇയാളെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ആത്മീയതയാണ് ഒന്നാം സ്ഥാനത്തേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. എന്റെ കാരണം പറഞ്ഞിട്ടുണ്ട്, ഈ ലോക ജീവിതവുമായും വരാനിരിക്കുന്ന യുഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് ആത്മീയതയാണ്. ഗോഡ്ലിനെസ്, അതിനാണ് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. മറ്റു കാര്യങ്ങളൊക്കെ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ വിദ്യാഭ്യാസം, അതെല്ലാം ഈ ഭൂമിയിൽ തീരേണ്ടതാണ്. പറയുന്നുണ്ട്, ആത്മീയത മരണാനന്തരം നമ്മുടെ കൂടെ വരുന്ന ആത്മീയതയ്ക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫിലിപ്പിയർ 3:20 വചനം എടുക്കുമ്പോൾ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മൾ ഈ ഭൂമിയിൽ, അല്ലെങ്കിൽ അമേരിക്കയിലോ വിദേശ രാജ്യങ്ങളിലോ ഒക്കെ പൗരന്മാരാകുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, സ്വർഗത്തിൽ നമുക്ക് പൗരത്വം ലഭിക്കുക എന്നുള്ളത്. കാരണം ഒരു ക്രിസ്ത്യാനിയുടെ, ദൈവമക്കളുടെ യഥാർത്ഥ പൗരത്വം സ്വർഗത്തിലാണ് എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 2 കൊരിന്തോസ് 5:1 മുതൽ വായിക്കുമ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്: ഒരു നാഴിക മുമ്പ് മരിച്ചാൽ എനിക്ക് അത്രയും സന്തോഷം. എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന ആ ഒരു ബോണ്ടേജ്, അടിമത്തം, അത് നീങ്ങി എൻ്റെ ആത്മാവ് ദൈവത്തിന്റെ മുഖം ദർശിച്ച് ആ ആനന്ദത്തിലേക്ക് വരാൻ ഞാൻ വെമ്പൽ കൊള്ളുന്നു എന്ന് പറഞ്ഞ്, എൻ്റെ സ്വർഗീയ വസതിയിലെത്താൻ ഞാൻ വെമ്പൽ കൊള്ളുന്നു എന്നുള്ളത് പൗലോസ്ലീഹ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ക്രിസ്ത്യാനികൾക്ക് പുളിങ്കൊമ്പ് എന്ന് പറഞ്ഞാൽ ദൈവമാണ്. ഇക്കാര്യം നമ്മളെ പഠിപ്പിക്കുന്ന ഏതാനും ചില വചനഭാഗങ്ങൾ നമുക്ക് എടുക്കാം. യോഹന്നാൻ 15:7 വചനം പറയാണ്, നിങ്ങൾ എന്നിൽ ആശ്രയിക്കുകയും എന്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്ക് ലഭിക്കും. മനുഷ്യരിലും മാനുഷിക ശക്തിയിലും ആശ്രയിക്കുന്നത് പോലെ അല്ല അത് എന്ന് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 15:5 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. പറയുന്നുണ്ട്, നമുക്ക് പുളിങ്കൊമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം തന്നെയാണ്, ദൈവത്തിന്റെ വചനമാണ് എന്ന കാര്യം നാം വിസ്മരിക്കരുത്. സുഭാഷിതങ്ങൾ 16:3 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ അധ്വാനം ദൈവത്തിന് അർപ്പിക്കുക, നിന്റെ പദ്ധതി ഫലമണിയും. ദൈവത്തോട് ചേർന്നുള്ള അധ്വാനമാണ് ഫലമണിയുന്നത് എന്ന്
ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 118 അതിന്റെ 8-ാമത്തെ വചനം പറയാണ്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആ ദൈവത്തെ പുളിങ്കൊമ്പായിട്ട് നമ്മൾ കണ്ട് ആ ദൈവത്തെ പിടിച്ച് മുന്നേറണം എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചത്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് തെറ്റായ ആശ്രയത്വം. 7 കാര്യങ്ങൾ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 7 കാര്യങ്ങളിൽ നിങ്ങൾ ആശ്രയിക്കരുത്. ഒന്നാമത്തേത് ജെറമ്യാ 17:5, മനുഷ്യരിലും മാനുഷിക ശക്തിയിലും ആശ്രയിക്കരുത്. രണ്ടാമത്തെ കാര്യമാണ് സങ്കീർത്തനം 49 6-ാമത്തെ വചനം, സമ്പത്തിൽ അല്ലെങ്കിൽ ധനത്തിൽ നിങ്ങൾ ആശ്രയിക്കരുത്. മൂന്നാമത്തെ കാര്യമാണ് സുഭാഷിതങ്ങൾ 3:5 നമ്മെ പഠിപ്പിക്കുന്നു, നിന്റെ ബുദ്ധിയിൽ നീ ആശ്രയിക്കരുത്. നാലാമത്തേതാണ് പ്രഭാഷകൻ 34:7 നമ്മൾ കാണുക, സ്വപ്നങ്ങളിൽ നീ ആശ്രയിക്കരുത്, കാരണം സ്വപ്നങ്ങൾ അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. 5-ാമത്തെ കാര്യമാണ് ഉൽപ്പത്തി 22:1 മുതൽ വായിക്കുമ്പോൾ, മക്കളിൽ ആശ്രയിക്കരുത്. അബ്രാഹാം ദൈവത്തെക്കാൾ തൻ്റെ മകനെ വിലമതിക്കുന്നു, മകനിൽ ആശ്രയിക്കുന്നു എന്ന് ടെസ്റ്റ് ചെയ്ത ദൈവത്തെ കാണാൻ പറ്റും. അവൻ അവസാനം തെളിയിച്ചു, എനിക്കെൻ്റെ മകനല്ല, അതിനേക്കാൾ വലുത് എൻ്റെ ദൈവം തന്നെയാണ്. അപ്പോഴാണ് അവൻ വിശ്വാസികളുടെ പിതാവായിട്ട് ഉയർത്തപ്പെട്ടത്. 6-ാമത്തെ കാര്യം ജോബ് 22:25-26 വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ആരോഗ്യത്തിലും സമ്പത്തിലും നാം ആശ്രയിക്കരുത്. ജോബ് പറഞ്ഞത്, എനിക്ക് അത്യുന്നതനായ ദൈവമാണ് വിലപ്പെട്ട സ്വർണവും വെള്ളിയും. അവസാനത്തേത് ജോബ് 15:31 ജെറമ്യാ 7:4 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ശൂന്യതയിലോ പൊള്ള വാക്കുകളിലോ ആശ്രയിക്കരുത്. ഇതെല്ലാമായിട്ട് നമ്മളെ സമീപിക്കുന്ന വ്യക്തികൾ ഉണ്ടാകാം, അവരെക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിട്ട് മാറണം. ഇതിനു വേണ്ട ജ്ഞാനവും അഭിഷേകവും നൽകണമെന്ന് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊരു കോമൺ നിയോഗമായിട്ട് വെക്കുന്നത്, ദൈവത്തെക്കാൾ മനുഷ്യരിൽ ആശ്രയിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നവരുണ്ട്, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും എന്നരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വ്യാപാരങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അങ്ങ് ഇടപെടണമേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അങ്ങാണെന്നും അങ്ങിലാണെന്നും യേശുവേ നാഥ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച വചന വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതം നവീകരിക്കാനും പുനരാരംഭിക്കാനും ഞങ്ങൾക്ക് വരമരുളണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാക്കണമേ. ആമേൻ. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഏറ്റെടുത്ത് അതെല്ലാം നിറവേറ്റി തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.